അപ്പൊ ഭയങ്കര പ്രൗഡ് തോന്നി. ഇവിടെ പറയേണ്ട ആവശ്യം തോന്നുന്നു. മായോ മായോ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ, അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനാണ് ആ പാട്ട് ട്രെൻഡിൽ കൊണ്ടുവന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. കുറേ നാളായി നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇതിൽ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. കാരണം ഫസ്റ്റ് ടേക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനെന്തോ ഭയങ്കര ആരടുത്ത് ദേഷ്യമുള്ള പോലെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഫണ്ണായി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നോം പ്രത്യക്ഷപ്പെട്ടത്. ബൈ ദ വേ, നിങ്ങൾക്ക് സുഖാണല്ലേ എല്ലാവർക്കും? ഇപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ, നിങ്ങളായിട്ട് ഒരു ബോണ്ട് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഇല്ലാത്ത പോലൊരു ഫീല്. എങ്ങനെ ഉണ്ടാവും? വീഡിയോ ഒന്നും ഇടണ്ടേ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നു ഗൈസ്. ആൻഡ് തലമുടി കിട്ടിയിട്ടൊന്നും ശരിയാവില്ല, എന്ത് അഴിച്ചിട്ടിട്ടും ശരിയാവില്ല. ഫൈനലി ഞാൻ ഇങ്ങനെ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റ റീൽ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റ ഐ ഡി അറിഞ്ഞുകൂടാത്തവർക്ക് താഴെ ഞാനിവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ മായോ മായോ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനാണ് ആ പാട്ട് ട്രെൻഡിൽ കൊണ്ടുവന്നത്. ചെറുതായിട്ട് ഒരു രോദനം പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ, ഇഗ്നോർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അതിന് റീച്ച് ഉണ്ടായിരുന്നു. അത്യാവശ്യം ചെയ്തവർക്കൊക്കെ റീച്ച് ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ വീഡിയോസിൽ റീച്ച് കയറിയ വീഡിയോ അതാണെന്ന് പറയാം. പക്ഷെ വേറെ വീഡിയോസ് ഉണ്ട്, എന്നാലും എനിക്ക് പെട്ടെന്ന് കയറിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു അത്. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അപ്പോൾ അതിവിടെ പറയേണ്ട ആവശ്യം തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നി. മാത്രമല്ല, ആ ഒരു വീഡിയോ ഞാൻ ഭയങ്കര മെനക്കെട്ടിരുന്ന് ചെയ്തതല്ല. വേറൊരു ആപ്പ് കയറ്റിയപ്പോൾ കുറച്ച് ക്ലാരിറ്റി കൂടി, അതങ്ങ് അപ്ലോഡ് ചെയ്തു. ഒറ്റയടിക്ക് കയറി അങ്ങ് പോയി കത്തി ആ വീഡിയോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ ട്രോളൊക്കെ കിട്ടി, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് DM വന്നിട്ട് കുറച്ച് പിള്ളേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, എങ്ങനെയാണ് ക്ലാരിറ്റി ഉണ്ടായത്, എന്ത് ആപ്പാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അറിഞ്ഞുകൂടാത്തവർ അതിലും ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ശരിയാവുന്നില്ല ചേച്ചി, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യണത് 2 ആപ്പാണ്. രണ്ടും ഞാൻ ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാപ്കട്ടാണ് ഒന്ന്, പിന്നെ ഉള്ളത് വിങ്ക് ആണ്. ക്യാപ്കട്ടിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ക്യാപ്കട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ യൂസ് ചെയ്യണത് വിങ്ക് ആണ്. നമ്മൾ വിങ്കിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വിങ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു അമ്മേൻ്റെ ഫോണിൽ കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മയുടെ ഫോണിൽ കിട്ടണില്ല വിങ്ക്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടണുണ്ടോ ഇല്ലയെന്ന്. അമ്മയുടെ ഫോണിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പിക്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിങ്ക് ആണ് ആപ്പ്. ഭയങ്കര ഈസിയാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് ക്ലാരിറ്റി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ പോലെ അതിലെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്തതിന് ശേഷം അതിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലസ് കാണും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് VPN കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് ക്യാപ്കട്ടിന് VPN ആവശ്യമാണ്, ഇതിന് VPN വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ HD എന്ന് കൊടുത്തേക്കും. വേണമെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് ചെയ്യാം, ഈസിയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യാറ് ആ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോ സെലക്ട് ചെയ്ത് അതിൽ എത്രയോ സെക്കൻഡ് വരെ നമുക്ക് ഇങ്ങനെ ക്ലാരിറ്റി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് റീല് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഈ ഒരു ലോങ് വീഡിയോ ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എടുത്ത് നോക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു റീൽ വീഡിയോ മാത്രമാണ് ക്ലാരിറ്റി ആയിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലസ് ക്ലിക്ക് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ താഴെ വന്നിട്ട് സ്ക്രീനിൽ വീഡിയോ കാണിക്കുമല്ലോ, അതിൻ്റെ താഴെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ
ക്ലിപ്പ് കാണുമല്ലോ, വീഡിയോ ക്ലിപ്പ് കാണുമല്ലോ, ആ ക്ലിപ്പ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ക്ലിപ്പ് ഒന്ന് ടച്ച് ചെയ്യുക. ക്ലിപ്പ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും താഴെ കുറേ ഓപ്ഷൻസ് വരും. നമുക്ക് ക്യാപ് കട്ടിലൊക്കെ വരില്ലേ, അതുപോലെ കുറേ ഓപ്ഷൻ വരും. അതിൻ്റെ ഇങ്ങറ്റത്ത് HD എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ HD പ്രസ് ചെയ്യുമ്പോഴത്തേക്കും HD, അൾട്രാ HD, പിന്നെന്താ AI, പോർട്രേറ്റ് അങ്ങനെ എന്താണ്ടോ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും AI ആണ് എടുക്കുന്നത്. ചില സമയത്ത് മാത്രം AI ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ എന്ന് കാണിക്കില്ല. അത് ഭയങ്കര എന്താ VIP മോഡിൽ കിടക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് പ്രീമിയമാണ്. നമ്മൾ അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേ ചെയ്താൽ മാത്രമേ നമുക്കത് ഇനേബിൾ ആയി കിട്ടുള്ളൂ. അതിനെക്കാട്ടിലും നല്ലത് നമുക്ക് എപ്പോഴാണോ അത് പറ്റുന്നത്, അത് ഓപ്പൺ ആയി കിടക്കുന്നത്, ആ സമയത്ത് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. ഐഫോണിലാണെങ്കിൽ അങ്ങനെയാണ് നോർമലി. അപ്പം ഞാനാണെങ്കിൽ ചില സമയത്ത് AI ഓപ്പൺ ആയില്ല, എനിക്ക് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അൾട്രാ HD ടച്ച് ചെയ്ത് നോക്കും. ചില സമയത്ത് അത് ഫ്രീ ആയിട്ട് എടുക്കും. അപ്പം അതല്ലെങ്കിൽ ഇത്, അങ്ങനെ AI അല്ലെങ്കിൽ അൾട്രാ HD ആണ് യൂസ് ചെയ്യാറ്. HD വല്ലപ്പോഴും, ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അതെടുക്കുന്നത്. അപ്പം നിങ്ങൾ AI ഇടുന്നെങ്കിൽ AI ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് സ്മൂത്ത് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത് ക്യാപ് കട്ടിൽ തന്നെയാണ്. അത് വീഡിയോ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്മൂത്ത്, കുറച്ച് വൈറ്റിഷ് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ക്ലാരിറ്റി മാത്രം വിങ്കാണ്. വിങ്ക് അടിപൊളി ആപ്പാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന്. ക്യാപ് കട്ട് ഐഫോൺകാരാണെങ്കിൽ കൺട്രി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ക്യാപ് കട്ടും കിട്ടും. അപ്പോൾ ഇത്രയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ലെങ്തി ആക്കിയോ എന്ന് ചോദിച്ചാൽ ആക്കിയില്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചേക്കാം. പിന്നെ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് പതുക്കനെ ഇടുന്നത്, വല്ലപ്പോഴും ഇടുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ യൂട്യൂബ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനിടാം, ഇല്ലെങ്കിൽ ഞാൻ ഇടും. കാരണം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ അഭിപ്രായം കൂടെ ചോദിക്കണമല്ലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ യൂട്യൂബിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ, അധികം എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വരുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് താഴെ ഇരുന്നിട്ടാണ്. എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എല്ലാ സാധനവും കയ്യിലുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം, അതും ചെയ്തേക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.